അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടെടുത്ത് അറബ് രാജ്യങ്ങൾ. ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം അടിയന്തരമായി വിളിച്ച അറബ് ഉച്ചകോടിയിലെ ചർച്ചകളും തീരുമാനങ്ങളുമാണ് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗാസ വിഷയത്തിലെ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇസ്രായേലിൻ്റേതെന്ന് ഖത്തർ പറഞ്ഞു. ഫലസ്തീനികളെ കുടിയിറക്കാനും ഉന്മൂലനം ചെയ്യാനുമുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ അനുവദിക്കില്ല എന്നും ഈ വിഷയത്തിൽ ലോകത്തിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നും ഇന്നലെ നടന്ന ചർച്ചകളിൽ ഖത്തർ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇതേസമയം ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിച്ചതിനു തുല്യമായി കണക്കാക്കുമെന്ന UAEയുടെ പ്രഖ്യാപനം ഇതിൽ ശ്രദ്ധേയമാണ്. ഖത്തർ ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിന്റെ വെല്ലുവിളി തുടരുകയാണ്. ഹമാസിന് പിന്തുണ കൊടുക്കുന്ന ഏത് രാജ്യത്തെയും തങ്ങൾ ആക്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം മേഖലയിൽ കൂടുതൽ സംഘർഷം പടർത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമമാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം UN പൊതുസഭയിൽ 142 രാജ്യങ്ങളുടെ പിന്തുണയാണ് ഫലസ്തീൻ പൂർണ്ണ അംഗത്വം നൽകണമെന്ന ആവശ്യത്തിനായി കിട്ടിയത്. കൂടാതെ ഖത്തർ ആക്രമണത്തിനെതിരെ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തതും നെതന്യാഹുവിന് വൻ തിരിച്ചടിയായി.